2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കരുതലോടെ ചുവടുവയ്ക്കുകയാണ് LDFും UDFും NDA. തലസ്ഥാന ജില്ല പിടിച്ചാൽ ആ ജില്ല പിടിക്കുന്ന കക്ഷി കേരളത്തിൽ ഭരണത്തിൽ വരും എന്നൊരു വിശ്വാസം തന്നെയുണ്ട്. 14 മണ്ഡലമാണ് തലസ്ഥാനത്ത് ഉള്ളത്. തലസ്ഥാനത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. UDFിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ സാധ്യതാ ലിസ്റ്റ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ചു. ആ സാധ്യത ലിസ്റ്റാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ സാധ്യത വർക്കലയാണ്. വർക്കല ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. കഴിഞ്ഞ 2 തവണയായി വി ജോയിയാണ് അവിടെ ജയിക്കുന്നത്. വർക്കല മുൻ MLA വർക്കല കഹാർ വർക്കല നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കും എന്നത് ഉറപ്പായി. മുമ്പ് 3 തവണ വർക്കല കഹാർ അവിടെ MLA ആയിരുന്നു. പിന്നീട് വി ജോയ് വർക്കല കഹാറിനെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷഫീറിനെ പരാജയപ്പെടുത്തി വി ജോയ് രണ്ടാമതും വർക്കലയെ ചുവപ്പ് കൊടിക്കുള്ളിലാക്കി മാറ്റി. വർക്കല തിരിച്ചുപിടിക്കാൻ വർക്കല കഹാറിനെ നിയോഗിച്ചിരിക്കുകയാണ് UDF. ആറ്റിങ്ങലിൽ RSPക്കാണ് സീറ്റ്. അവർ ഇതുവരെയ്ക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ചിറയൻകീഴ് UDF സ്ഥാനാർത്ഥി BS അനൂപാണെന്നുള്ളത് ഉറപ്പായി. BS അനൂപിന്റെ പേരാണ് ചിറയൻകീഴ് ഉയർന്നു കേൾക്കുന്നത്. ചിറയൻകീഴ് BS അനൂപ് നിന്നാൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. നെടുമങ്ങാട് GR അനിൽ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. ഭക്ഷ്യമന്ത്രി GR അനിൽ. നെടുമങ്ങാട് BRM ഷഫീറിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാലോട് രവിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഷഫീറിന്റെ പേരാണ് ഉയർന്ന് കേൾക്കുന്നത് നെടുമങ്ങാട്. ഇടതുകോട്ടയായ വാമനപുരത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ആനാട് ജയനാണ് മത്സരിക്കുക. വാമനപുരം എക്കാലത്തും ഇടതുകോട്ടയായിരുന്നു. ആ ഇടതുകോട്ട ആനാട് ജയനെ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് കോൺഗ്രസ്. കഴക്കൂട്ടത്ത് അഡ്വക്കേറ്റ് MA വാഹിദ് വീണ്ടും മത്സരിക്കും എന്നത് ഉറപ്പായി. കഴക്കൂട്ടം കഴിഞ്ഞ തവണ UDFന് നാണം കെടുത്തിയ മണ്ഡലമാണ്. അവിടെ രണ്ടാമതെത്തിയത് BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ഡോക്ടർ ലാല് 3ാം സ്ഥാനത്തേക്ക് പോവുകയും കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചു കയറുകയും ചെയ്തു. MA വാഹിദ് മുമ്പ് സ്വതന്ത്രനായി നിന്ന് ജയിച്ച ചരിത്രം ആ മണ്ഡലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് അഡ്വക്കേറ്റ് MA വാഹിദിനെ വീണ്ടും ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. വട്ടിയൂർക്കാവ് മാറ്റമില്ല. K മുരളീധരൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം സെൻട്രലാണ് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന സ്ഥലം. മത്സരം നടക്കുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ ആന്റണി രാജുവാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിച്ചത്. VS ശിവകുമാറിനെ തോൽപ്പിച്ചുകൊണ്ട് ആന്റണി രാജു അട്ടിമറി വിജയം നേടി. ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ CMPക്ക് വെച്ചുമാറാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. CMP നേതാവ് CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും എന്നുള്ള സൂചനയാണ് ഉള്ളത്. വെച്ചുമാറിയില്ലെങ്കിൽ KF ശബരിനാഥ് മത്സരിക്കും. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ CMPക്ക് കൊടുക്കാനും CP ജോണിനെ ഇറക്കാനും തീരുമാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ ശക്തമായ ഒരു പോരാട്ടം നടത്തി അത് LDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് UDFന്റെ തീരുമാനം. നേമത്ത് UDFന്റെ ഗ്ലാമർ താരമായ വീണ S നായർ മത്സരിക്കും. കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിച്ച വീണ പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷം വീണയ്ക്ക് ഒരുപാട് ഉയർച്ചകളുണ്ടായി. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായി വീണ മാറിക്കഴിഞ്ഞു. വീണ S നായർ നേമം മണ്ഡലത്തിൽ മത്സരിക്കും. അരുവിക്കര, അതാണ് ഏറെക്കാലം കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന അരുവിക്കര മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റീഫൻ ശബരിനാഥനെ തോൽപ്പിച്ച് പിടിച്ചെടുത്തു. ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് വിതുര ശശിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. വിതുര ശശി പ്രാദേശികമായി ഒരുപാട് സ്വാധീനമുള്ള നേതാവാണ്. ഏറെക്കാലം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായി പ്രവർത്തിച്ച് പരിചയമുള്ള അദ്ദേഹം അരുവിക്കര നിവാസികൾക്ക് സുപരിചിതമാണ്. ഇനി കാട്ടാക്കടയാണ്. കാട്ടാക്കട N ശക്തനെ ഇറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്. N ശക്തൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടാക്കട ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരും എന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. കോവളം
കഴിഞ്ഞ തവണ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് UDF ജയിച്ചത്, തിരുവനന്തപുരത്ത്, തലസ്ഥാനത്ത് കോവളത്ത് M. വിൻസെന്റ് തന്നെ മത്സരിക്കും. അദ്ദേഹം അവിടെ ജനകീയ MLA ആയി മാറിക്കഴിഞ്ഞു. പാറശാല BS ശിവകുമാർ മത്സരിക്കും. അതാണ് മുൻ മന്ത്രിയും മുൻ എംപിയും ഒക്കെയായ BS ശിവകുമാർ പാറശാല മത്സരിക്കും. BS ശിവകുമാറിന്റെ നാട് കൂടിയാണ് പാറശാല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തോൽവി അടയേണ്ടി വന്നു. ആന്റണി രാജുവിനോട് ഏറ്റുമുട്ടി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ ഇനി അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറില്ല. അല്ലെങ്കിൽ തന്നെ CMPക്ക് വെച്ചുമാറാൻ തയ്യാറായ മണ്ഡലമാണ്. അതുകൊണ്ട് BS ശിവകുമാറിനെ ഒഴിവാക്കാനും പറ്റില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ വളരെ കരുത്തനും ജനകീയനുമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലമായ പാറശാലയാണ് അദ്ദേഹത്തെ മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. ഇനി നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ ഉയർന്നു കേൾക്കുന്നത് ഒറ്റ പേരാണ്, നെയ്യാറ്റിൻകര സനൽ. കോൺഗ്രസ് നേതാവും INTC നേതാവുമായ നെയ്യാറ്റിൻകര സനലാണ് നെയ്യാറ്റിൻകര മത്സരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം LDF തൂത്തുവാരി. കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി LDF. ഇത്തവണ അതുണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കുന്നു. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ വട്ടിയൂർക്കാവും അരുവിക്കരയും കാട്ടാക്കടയും ഒക്കെ LDF വലിയ വിജയമാണ് നേടിയത്. കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു പോയി കോൺഗ്രസ്. പ്രത്യേകിച്ചും നെടുമങ്ങാട് C. ദിവാകരന് ശേഷം GR അനിൽ മത്സരിക്കാൻ എത്തുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കിട്ടി. അവിടെ GR അനിലാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കി, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച്, സ്ഥാനാർത്ഥികളോട് അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഈ സാധ്യതാ ലിസ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരുപാട് സ്ഥാനാർത്ഥി മോഹികൾ കോൺഗ്രസിൽ ഉണ്ടെങ്കിലും ഈ സാധ്യതാ ലിസ്റ്റ് ഏകദേശം കൃത്യമായ ഒരു ലിസ്റ്റാണ്. അത് പൊളിറ്റിക്സ് കേരള അഭിമാനപൂർവ്വം പുറത്തുവിടുന്നു. കോൺഗ്രസ് ഇത് നൽകാൻ, ഈ വിവരം നൽകാൻ സഹായിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് നന്ദി പറയുന്നു. എന്തായാലും തലസ്ഥാനം പിടിക്കാൻ UDF ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി LDF സ്ഥാനാർത്ഥികളെയാണ് നമുക്ക് അറിയേണ്ടത്. BJP സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും എന്നതും തിരിച്ചറിയേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നതായിരിക്കും. എന്തായാലും ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വർക്കല, നെടുമങ്ങാട്, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, ഇവിടെയൊക്കെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. അരുവിക്കരയിലും വിതുര ശശി എന്ന പ്രാദേശിക നേതാവിനെ ഇറക്കി വലിയൊരു പരീക്ഷണം നടത്താനാണ് UDF തീരുമാനിച്ചത്.